അസ്സലാമു അലൈക്കും. നമ്മളിനി പഠിക്കാൻ പോകുന്ന വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന്റെ മഹത്വങ്ങള്, അതിൻ്റെ ഉള്ളിലുള്ള രഹസ്യങ്ങള് എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. നമ്മളൊക്കെ വിവരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിക്കും ഉണ്ടല്ലോ ഒരു ജിസ്മ്, അതേപോലെ ആ ജിസ്മിന്റെ ഉള്ളിൽ എന്തായാലും ഈ പറഞ്ഞ അർവാഹുകളൊക്കെ എന്തായാലും ഉണ്ടാവും. അതൊക്കെ മുനവ്വറാക്കപ്പെട്ടതായിരിക്കും. അതോടുകൂടി മറ്റുള്ളവരിലില്ലാത്ത പ്രത്യേകതകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മാക്കൾക്ക് ഉണ്ടായിരിക്കും. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾക്കുള്ള അടുപ്പം എങ്ങനെയാണ് വരുന്നത്, എന്താണ് അതിൻ്റെ അടിസ്ഥാനം, ഇതിൻ്റെ തരങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. കാരണം അതറിയലും ആവശ്യം. അതല്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന വിഷയത്തിൽ തെറ്റുപറ്റിപ്പോവും. കാരണം നിങ്ങൾ കേൾക്കും ഒരു വലിയ ദിവസവും റസൂലിനെ കാണുന്നുണ്ട്, റസൂലിനെ മജ്‌ലിസിൽ പങ്കെടുക്കാറുണ്ട് എന്നുള്ളൂ. എന്നാൽ മറ്റൊരു വലിയെ കുറിച്ചിട്ട് അദ്ദേഹം ജീവിതത്തിൽ 2 വട്ടം 3 വട്ടം കണ്ടിട്ടേ ഉള്ളൂ എന്നൊക്കെ പറയും. അങ്ങനെ പറയുമ്പോൾ നിങ്ങളെ മനസ്സിൽ ദിവസവും കാണുന്ന വലിയ ഏറ്റവും വലിയ മഹാനും അതേപോലെ എപ്പോഴെങ്കിലും കണ്ട ഒരാള് അദ്ദേഹം മഹത്വത്തിൽ കുറവും എന്നൊക്കെ തോന്നിപ്പോവും. അപ്പോൾ ഒരാളെ മഹത്വം തീരുമാനിക്കേണ്ടത് ഈ ഒരു ഘടകം വെച്ചുകൊണ്ടല്ല. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശരീരത്തിൽ ഒരുപാട് ആത്മാക്കളുണ്ട്. ജനറലായിട്ട് പറയുകയാണെങ്കിൽ 21 ആത്മാക്കളുണ്ട്. ഈ 21 ആത്മാക്കൾ താമസിക്കുന്ന ഒരു വീടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുബാറക്കാക്കപ്പെട്ട ശരീരം. അപ്പം അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ആത്മാക്കളെയും എല്ലാവർക്കും പരിചയമില്ല. ഈ ഉമ്മത്തിലെ ജനങ്ങൾ, ഉമ്മത്തിൽപ്പെട്ട ആളുകൾ, ഈ ആളുകൾക്ക് എല്ലാവർക്കും നേതാവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോൾ റസൂലിൻ്റെ ഉമ്മത്തിൽ പെടണം എന്നുണ്ടെങ്കിൽ ആ റസൂലിനോട് എന്തെങ്കിലും ഒരു ബന്ധം എല്ലാവർക്കും ആവശ്യമാണ്. ആ ബന്ധം പലതരത്തിൽ ആവാം. അതിനനുസരിച്ചിട്ടാണ് അയാളും റസൂലും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്തബന്ധമുള്ള ആളുകൾ, അതാണ് തങ്ങന്മാർ അല്ലെങ്കിൽ സാദാത്യങ്ങളും, അവർക്ക് രക്തബന്ധമുള്ളത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തോട് ബന്ധമുള്ളവരുണ്ട്, ജിസ്മിനോട് ബന്ധപ്പെട്ടവർ. അതാരായിരിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തികളായിരിക്കും. ജീവിച്ചിരുന്ന വ്യക്തികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച് കൂടെ കൂടിയ ആളുകൾ സഹാബത്തിന്റെ കൂട്ടത്തിൽ ഉണ്ട്. അവരും റസൂൽ തമ്മിലുള്ള ബന്ധം ജിസ്മാനിയായ ബന്ധമാണ്. അവര് റസൂലുള്ളാഹി ജിസ്മിനെ കാണുന്നുണ്ട്, റസൂലുള്ളാഹി അവരും ജിസ്മിനെ കാണുന്നുണ്ട്. അവർ പരസ്പരം ആശയവിനിമയങ്ങൾ, അതേപോലെ അനുഗ്രഹങ്ങൾ, അറിവുകൾ പരസ്പരം കൈമാറുന്നത് ശാരീരിക ബന്ധം വഴിയാണ്. റസൂലുള്ളാഹി നാവിലൂടെ പറയുന്ന കാര്യം അവർ ചെവിയിലൂടെ കേൾക്കും. ഇങ്ങനെയുള്ള അറിവിന്റെ ട്രാൻസ്മിഷനാണ് നടക്കുന്നത്. സഹാബത്തിലൊരു കൂട്ടക്കാര രീതി ഇങ്ങനെയായിരുന്നു. പക്ഷെ ആ ഒരു രീതിയിലെ കാര്യങ്ങൾ നടക്കുന്നത് എപ്പോഴാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നുബുവത്ത് കിട്ടിയ ശേഷം 23 കൊല്ലം ഉണ്ടായിട്ടുണ്ട്. ആ 23 കൊല്ലത്തിൽ ഏതൊക്കെ സമയം ഇത്തരത്തിൽപ്പെട്ട ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പിൽ വന്നിരുന്നിട്ടുണ്ടോ, ആ സമയമെല്ലാം അദ്ദേഹം അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹം ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ജിസ്മിൽ നിന്നും ജിസ്മിലേക്ക് ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ബർക്കത്തുണ്ടാവും. അതൊരു പദവിയാണ്. ഇത്തരക്കാരായ സഹാബത്തിന്റെ ബന്ധം അല്ലെങ്കിൽ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടുന്ന അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റഡ് ആണ്. ഈ 23 കൊല്ലം കൊണ്ട് കിട്ടുന്നതേ കിട്ടുന്നുള്ളൂ. പിന്നെ 23 കൊല്ലം മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിസ്മിൽ ഉണ്ടായിട്ടുള്ളൂ. ആ ജിസ്മിൽ തന്നെ 23 കൊല്ലം മുഴുവനായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേഴ്സണൽ ലൈഫ്, അത് കഴിഞ്ഞ് അവർ തമ്മിൽ കണ്ടുമുട്ടുന്ന സമയത്ത് മാത്രമാണ് ഈ സുഹബത്ത് കിട്ടുന്നുള്ളൂ. അപ്പോൾ അവര് റസൂലുള്ളാഹിന്റെ ജിസ്മിന്റെ സഹാബിമാരാണ്. റസൂലുള്ളാഹിന്റെ വിസാലിന് ശേഷം, വഫാത്തിന് ശേഷം
ആ ഒരു ബന്ധം ഇല്ലാതായിപ്പോയി. മറ്റൊരു ബന്ധത്തിലൂടെ അവർ റസൂലിനോട് ബന്ധപ്പെടാൻ പഠിച്ചിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ബന്ധപ്പെടുന്ന ഒരു മക്കാമിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ, അവർക്ക് വീണ്ടും അനുഗ്രഹം കിട്ടുന്നതോ സുഹൃബത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നതോ തടയപ്പെടും. കാരണം മറ്റു മാർഗങ്ങളില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലത്തായിഫുൽ അന എന്ന ലത്തായിഫിൽ ബന്ധപ്പെട്ട സഹാബിമാരും കൂട്ടത്തിലുണ്ട്. അത്തരം അസ്ഹാബിമാരെ പദവി വെറും ജിസ്മാനിയിലോ അല്ലെങ്കിൽ രക്തബന്ധത്തിലോ ഉള്ളവരെക്കാളും വളരെ പവർഫുൾ ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജിസ്മി 23 കൊല്ലേ അവർക്ക് മുമ്പിൽ ഉള്ളൂ എങ്കിലും ഈ ലത്തായിഫുൻ നഫ്സ് അന്ന് മുതൽ ഖിയാമത്ത് നാളോളം ഉണ്ടാവും. ഇപ്പം എല്ലാ സമയത്തും അവൈലബിൾ ആണ് റസൂലുള്ളാഹിന്റെ നഫ്സ്. റസൂലുള്ളാഹിന്റെ നഫ്സ് അവൈലബിൾ ആയ കാരണം അതിനോട് ബന്ധം സ്ഥാപിച്ച സഹാബിമാർക്ക് എല്ലാ കാലഘട്ടത്തിലും അനുഗ്രഹം കിട്ടിക്കൊണ്ടേയിരിക്കും ലത്തായിഫുൽ നഫ്സിനോടുള്ള ബന്ധത്തിന്റെ പേരിൽ. മാത്രമല്ല, ലത്തായിഫുൽ നഫ്സ് എന്നുള്ളത് എല്ലാ കാലഘട്ടത്തിലും അവൈലബിൾ ആണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജിസ്മിനോട് ബന്ധപ്പെടാനുള്ള കവാടം അടക്കപ്പെട്ടു. എന്നാൽ ലത്തായിഫുൽ നഫ്സിനോട് ബന്ധപ്പെടാനുള്ള കവാടം അടക്കപ്പെട്ടിട്ടില്ല. അത് ഇന്നും അവൈലബിൾ ആണ്, എന്നും അവൈലബിൾ ആണ്. അതിനോട് ബന്ധപ്പെടുന്ന ഔലിയാക്കൾ ഉണ്ടാവും. അപ്പോൾ സഹാബത്തിന്റെ കൂട്ടത്തിലെ ഒരു വിഭാഗം അത്തരത്തിലുള്ള ആളുകളാണ്, അത്തരത്തിലുള്ള അസ്ഹാബിമാരാണ്. സഹാബത്തല്ലാത്തവരും ആ ഗണത്തിലുണ്ട്. കാരണം അവർക്ക് ജിസ്മിന്റെ ആവശ്യമില്ല, ലത്തായിഫുൽ നഫ്സ് കിട്ടിയാൽ മതി. അതിന് നേരിട്ട് പോയി കാണലോ അവിടെ എത്തലൊന്നും നിബന്ധനയല്ല. ഏത് ലോകത്തിന്റെ കൂടെ നിന്നിട്ടും ബന്ധപ്പെടാൻ സാധിക്കും. ഇനി ഇതിനു മുകളിലുള്ള ആളുകളെ ബന്ധം, സഹാബത്തിന്റെ ബന്ധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലത്തായിഫുൽ കൽബിനോടാണ്. അപ്പോൾ ലത്തായിഫുൻ നഫ്സ്, സ്വന്തം ലത്തായിഫുൻ നഫ്സ് മുനവ്വറാക്കിയ ആളുകൾ റസൂലുള്ളാഹിന്റെ നഫ്സിനായിട്ട് ബന്ധപ്പെടും. സ്വന്തം കൽബ് മുനവ്വറാക്കിയ ആളുകളാണെങ്കിൽ അവർ റസൂലുള്ളാഹിയോട് ബന്ധപ്പെടാൻ എങ്ങനെയായിരിക്കും? റസൂലുള്ളാഹിന്റെ കൽബിനോടായിരിക്കും. കാരണം റസൂലുള്ളാഹിൽ എന്താണോ ഉള്ളത് അത് തന്നിലും ഉണ്ടെങ്കിൽ റസൂലുള്ളാഹിന്റെ ആ തരത്തിലുള്ള റൂഹിനോട് ബന്ധപ്പെടാൻ സാധിക്കും. അപ്പോൾ സഹാബിമാരിലെ ഒരു കൂട്ടക്കാര് ലത്തായിഫുൽ കൽബ് മുനവ്വറാക്കപ്പെട്ടവരാണ്. അത്തരം സഹാബിമാർ റസൂലുള്ളാഹിയോടുള്ള ബന്ധം ഇതിന്റെ പേരിൽ അതും എല്ലാ കാലഘട്ടത്തിലും അവൈലബിൾ ആണ്. അതിലേക്കും സഹാബത്തിന് പുരോഗമിക്കാൻ സാധിക്കുന്ന പോലെ ഉമ്മത്തിൽ ആർക്കും പുരോഗമിക്കാൻ സാധിക്കും, എത്താൻ സാധിക്കും. ഇനി ഇതിനു മുകളിൽ റസൂലുള്ളാഹിന്റെ റൂഹിന്റെ ബന്ധമുണ്ട്, റൂഹിയായ ബന്ധം. ആരെങ്കിലും അവരവന്റെ റൂഹിനെ മുനവ്വറാക്കി കഴിഞ്ഞാൽ, ഹയാത്താക്കി കഴിഞ്ഞാൽ, അവന്റെ റൂഹും റസൂലുള്ളാഹിന്റെ റൂഹും സംഗമിക്കും. ആ സമയത്ത് അവനുണ്ടാകുന്ന ബന്ധം നേരത്തെ പറഞ്ഞ 3-4 ബന്ധങ്ങളെക്കാളും മികച്ചതായിരിക്കും, ഏറ്റവും ഉന്നതമായിരിക്കും. അതിനുദാഹരണമാണ് ഉവൈസുൽ ഖർനി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും അദ്ദേഹം ഈ റൂഹാനിയായ ബന്ധം വഴി വലിയൊരു മഹത്വം ആർജിച്ചെടുത്ത് അതിന്റെ പേരിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ, അവരിൽ പലരെയും യമനിലേക്ക് പറഞ്ഞയച്ചത്. എന്തിനു വേണ്ടിയിട്ട്? ഉമ്മത്തിന് ഷഫാഅത്ത് ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാൻ. സഹാബത്തിൽ പെടാത്ത എന്നാൽ സഹാബത്തിൽ പെടുന്ന ഒരാളിലേക്ക് റസൂലുള്ളാഹി ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞയക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം റൂഹാനിയായിട്ട്, റൂഹിലൂടെ നേടിയ വിജയമാണത്. അപ്പോൾ വെറും ജിസ്മിലൂടെ നേടുന്ന വിജയത്തെക്കാൾ വലിയ വിജയമാണ് റൂഹിനെ കൊണ്ട് നേടുക എന്നുള്ളത് ഈ ഹദീസിൽ തെളിവുണ്ട്. പക്ഷെ മനസ്സിലാകാത്ത ആളുകൾ വേറെ പല രീതിയിലും വ്യാഖ്യാനിച്ചുകൊണ്ട് അതല്ല, ജിസ്മാനിയ സുഹബത്തിന് തന്നെയാണ് കൂടുതൽ മഹത്വം എന്ന് പറയുന്നുണ്ട്.